അഹമ്മദ് മാഷ നമസ്കാരം. നമസ്കാരം. ട്രംപിന്റെ 4 ദിവസത്തെ മിഡിൽ ഈസ്റ്റ് ടൂർ യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ ഒറ്റുകൊടുക്കാനാണോ എന്ന് ഇപ്പം ലോകം ചർച്ച ചെയ്യുകയാണ്. അദ്ദേഹം താൽക്കാലിക സിറിയൻ പ്രസിഡന്റിനെ അടക്കം കണ്ടുകൊണ്ട് US-ന്റെ ഉപരോധങ്ങൾ, നേരത്തെ ഉണ്ടായിരുന്ന ഉപരോധങ്ങളൊക്കെ നിർത്തലാക്കുന്നതൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ട്രംപ് യഥാർത്ഥത്തിൽ ആരെയാണ് ഒറ്റുകൊടുക്കുന്നത് ഇവിടെ? അതായത് ട്രംപിന്റെ കച്ചവട കണ്ണിൽ ഇസ്രായേലിന്റെ ഒപ്പം ഇനി കൂടണ്ട എന്നതായിരിക്കുമോ അദ്ദേഹത്തിന്റെ ലക്ഷ്യം? അല്ല, അങ്ങനെ ആവാൻ സാധ്യതയില്ല. സത്യത്തിൽ അദ്ദേഹം ഒറ്റുകൊടുക്കുകയാണോ? അദ്ദേഹം ഇസ്രായേലിനെയാണോ ഒറ്റുകൊടുക്കുന്നത്, അറബ് ലോകത്തെയാണോ, അല്ല ഫലസ്തീനെയാണോ ഒറ്റുകൊടുക്കുന്നത് എന്നാണല്ലോ ചോദിക്കേണ്ടത്. കാരണം ഇപ്പോ സംഭവിക്കാൻ പോകുന്നത്, ഒന്ന്, ഞാനിത് ഗൗരവമായിട്ട് കാണുന്നില്ല. ട്രംപ് ഈ അദ്ദേഹത്തിന്റെ രണ്ടാം വരവിൽ കാണിച്ചു കൂട്ടുന്നതൊന്നും എനിക്ക് തോന്നുന്നു വേണ്ടത്ര ആലോചനകളോടെ അല്ല. അമേരിക്കൻ ജനതയുടെയോ അദ്ദേഹം സ്വന്തം സെനറ്റിന്റെയോ അംഗീകാരമില്ലാതെയാണ് വലിയ പ്രതിഷേധങ്ങൾ രാജ്യത്തിനകത്ത് തന്നെ വിളിച്ചു വരുത്തിയാണ് അദ്ദേഹം വിദേശ നയങ്ങളൊക്കെ രൂപീകരിക്കുന്നത്. രണ്ട്, അദ്ദേഹം വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ഇന്ന് വരെ, കഴിഞ്ഞ ജനുവരി തൊട്ട് ഇപ്പൊ ഏതായാലും മെയ് മാസം കഴിയാറായില്ലേ, 4-5 മാസമായല്ലോ അദ്ദേഹം അധികാരത്തിൽ വന്നിട്ട്. അദ്ദേഹത്തിന് പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം ആദ്യം പോയത് യുക്രൈൻ യുദ്ധം നിർത്താനാണ്. ഇപ്പോഴും അവിടെ വെടി തുറന്നുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഗസയെ പിടിച്ചെടുത്തിട്ട് എന്താണ് ഗ്ലോബൽ ടൂറിസ്റ്റ് സിറ്റി ആക്കാൻ പോയി. ഇപ്പൊ ആ വർത്തമാനമൊന്നും എവിടെയും കേൾക്കാനില്ല. ഇപ്പൊ പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നിർത്തിയത് ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഒരുമാതിരി നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ ഒരുമാതിരി എട്ടുകാലി മമ്മൂഞ്ഞൊരു പണിയാണ് ഇപ്പൊ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അദ്ദേഹം ആ സമയത്ത് ഇദ്ദേഹം ആകെ ചെയ്ത പണി എന്താന്ന് വെച്ചാൽ, ഇപ്പോ ഈ സമയത്ത് സൗദി അറേബ്യയിൽ പര്യടനം നടത്തി. ആലോചിച്ച് നോക്കൂ, എന്താ അതിന്റെ അർത്ഥം? സൗദി അറേബ്യക്ക് ഇസ്രായേലിനെ ആവശ്യമുണ്ട്. ഇസ്രായേല് സൗദി അറേബ്യയിലെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും കരാറെടുക്കുന്ന എഞ്ചിനീയറിംഗ് കമ്പനിയാണ്. സൗദി അറേബ്യയുടെ എല്ലാ പ്രതിസന്ധികളിലും അവരുടെ സ്പൈ വർക്ക് കരാറെടുക്കുന്ന മൊസാദിന്റെ രാജ്യമാണ് ഈ ഇസ്രായേല്. ഇസ്രായേലിന് ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റ് കഴിഞ്ഞ ദിവസം ട്രംപിനോട് പറഞ്ഞതുപോലെ തന്നെ ഇസ്രായേലിന് ഇപ്പോൾ ട്രംപിന്റെ വക്കാലത്ത് വേണ്ട. ട്രംപിന്റെ മധ്യസ്ഥത ഇല്ലാതെ തന്നെ അറബ് ജനത, സാമാന്യ ശേഷിയുള്ള അറബ് രാജ്യങ്ങളൊക്കെ തന്നെ ഇസ്രായേലിനെ അംഗീകരിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ സഹായം തേടുന്നുണ്ട്. ഇസ്രായേലിന്റെ ആയുധങ്ങളും എഞ്ചിനീയറിംഗും സ്പൈ വർക്കും സോഫ്റ്റ്വെയറും ഒക്കെ വലിയ തോതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ട്രംപ് പോയിട്ട് ഞാനാണ് ഇതൊക്കെ കൂട്ടിയോജിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് അറേബ്യയിൽ പോയിട്ട് ഇസ്രായേലിനെയും അറേബ്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. എത്രയോ കാലമായി അറേബ്യയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അറേബ്യയുടെ വലിയ ആഭ്യന്തര ശത്രുക്കളെയൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നതും ട്രേസ് ഔട്ട് ചെയ്യുന്നതും ഒക്കെ മൊസാദാണ്, ഇസ്രായേലിന്റെ തീവ്രവാദ സംഘടനയാണ്. അത്ര ബന്ധം ഇസ്രായേലും അറേബ്യയും തമ്മിലുണ്ട്. അപ്പോഴാണ് മൂപ്പര് പോയിട്ട് ഞാനാണ് ഇതൊക്കെ ബന്ധിപ്പിക്കുന്നതെന്ന് പറയുന്നത്. ഒരുതരം കാരണവർവാദം മാത്രമേ ആവുന്നുള്ളൂ. രണ്ട്, പ്രകടമായ ഒരു കാര്യം ഞാൻ കാണുന്ന ഒരു വലിയ മാറ്റം, പക്ഷെ ട്രംപിന് തന്നെ പുതിയ മിഡിൽ ഈസ്റ്റ് പൊളിറ്റിക്സിൽ പുതിയ ബോധ്യം വന്നിട്ടുണ്ടാകും. ഈ രമ്യതയിലൂടെ അല്ലാതെ ഈ മിഡിൽ ഈസ്റ്റ് പലസ്തീൻ ഇഷ്യൂ ഒന്നും പരിഹരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് സിറിയയെ കൊണ്ടുപോയി ഇസ്രായേലിനോട് ചേർത്ത് പിടിച്ച് കൈപിടിച്ച് ഒന്നിപ്പിക്കുന്നത്. കാരണം നിങ്ങൾ ഇനിയും ഇപ്പോ സിറിയ കേന്ദ്രീകരിച്ചായാലും ഈജിപ്തിനെ കേന്ദ്രീകരിച്ചായാലും യമൻ കേന്ദ്രീകരിച്ചായാലും ഇറാൻ കേന്ദ്രീകരിച്ചായാലും ഒക്കെ ഇസ്രായേലിനോട് നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ പോണ്ട. ഈ ഇസ്രായേലിനോട് നിങ്ങൾ സഹോദര ബുദ്ധിയാ പ്രവർത്തിക്കണം. ഇസ്രായേലിനോട് ഒപ്പമാണ്, ഇസ്രായേലിന്റെ മനസ്സിനോടൊപ്പം ഞാനും കൂടി ഉണ്ട്, അമേരിക്കയും കൂടി ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ അദ്ദേഹം നടത്തുന്ന ഒരു ശ്രമം പുതിയൊരു തന്ത്രമായിട്ടേ കാണാനിടയുള്ളൂ. കാരണം അദ്ദേഹത്തിന്റെ വീമ്പിളക്കല് അവസാനിപ്പിക്കുകയും അതിന് പകരം സ്നേഹപൂർവ്വം ആളുകളെ തമ്മിൽ രഞ്ജിപ്പിന്റെ എന്ന് പറഞ്ഞാൽ വലിയ കലാപത്തിന് പകരം, ഭീഷണിപ്പെടുത്തുന്നതിന് പകരം, ആയുധങ്ങൾ കൊണ്ട് വെല്ലുവിളിക്കുന്നതിന് പകരം കച്ചവടം കാണിച്ചിട്ട് ആളുകളെ പ്രലോഭിപ്പിക്കുകയും സമാധാനത്തിലേക്ക് കൊണ്ടുവരികയും എന്നിട്ട് ഒരു 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 സമാധാനത്തിന്റെ വഴി അദ്ദേഹം തെരഞ്ഞെടുത്തു എന്ന് ഈ അറേബ്യൻ എപ്പിസോഡിൽ എനിക്ക് തോന്നി. സൗദി അറേബ്യയായിട്ട് ഏകദേശം 600 ബില്യന്റെ ഇൻവെസ്റ്റ്മെന്റിനാണ് എഗ്രിമെന്റ് ആയിരിക്കുന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ US വെപ്പൺസ് ആണ് വിൽക്കപ്പെടുന്നത്. ആവശ്യമുണ്ട്, അറേബ്യക്ക് അത് ആവശ്യമുണ്ട്. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ അറേബ്യ പോയിട്ട് ഏതെങ്കിലും രാജ്യത്തെ ശരിയാക്കാൻ വേണ്ടി മാത്രമല്ല. ഒന്ന്, സൗദി അറേബ്യ നേരിടുന്ന അത്ര ആഭ്യന്തരമായ വഴക്ക്, അറേബ്യയിലെ എല്ലാ ട്രൈബ്സും അവിടുത്തെ എല്ലാ കോടീശ്വരന്മാരും, പ്രത്യേകിച്ച് നൂറുകണക്കിന് ഗോത്രങ്ങളുടെ ഒരു സമുച്ചയമാണ് അറേബ്യ. ആ ഗോത്രങ്ങളൊക്കെ സേനകളാണ്, ട്രൈബൽ ട്രൂപ്പുകളാണ് ഒക്കെ. അവരുടെ കയ്യിൽ പ്രാകൃതമായ ആയുധങ്ങളാണ് പണ്ടുണ്ടായിരുന്നത്. ഇപ്പോ പല തരത്തിൽ അവർ സമാഹരിക്കുന്ന വമ്പിച്ച ആയുധങ്ങളുണ്ട്. അവരെ ഒക്കെ നിലക്ക് നിർത്താൻ അറേബ്യക്ക് വലിയ തോതിൽ ആയുധങ്ങൾ ആവശ്യമുണ്ട്. ഒന്ന്. രണ്ട്,
തൊട്ടടുത്ത യമൻ എന്ന രാജ്യത്തെ ഏറ്റവും ചരിത്രപരമായി സൗദി അറേബ്യയേക്കാൾ ചരിത്രമുള്ള പ്രമുഖമായ രാജ്യമാണ് യമൻ. പക്ഷെ അവർ ദരിദ്രന്മാരാണ് താരതമ്യേന. അവർക്ക് പെട്രോ ഡോളർ ഇല്ല, എണ്ണയില്ല. ആ രാജ്യത്തെ ആ രാജ്യത്തെ ഈ മൂന്ന് മൂന്ന് ഇസ്ലാമിക രാജ്യങ്ങൾ ചേർന്ന് പങ്കിട്ടെടുത്തിരിക്കുകയാണ്. അവർ തമ്മിൽ അവിടെ പോയി പൊരുതുകയാണ്. ആലോചിച്ച് നോക്കൂ. യമന്റെ തലസ്ഥാനം ഉൾപ്പെടെയുള്ളത് ഇറാന്റെ പിന്തുണയോടെ ഹൂത്തി തീവ്രവാദികൾ പിടിച്ചിരിക്കുന്നു. UAE ചേർന്ന ഭാഗം UAE പിടിച്ചിരിക്കുന്നു. സൗദിയോട് ചേർന്ന ഭാഗങ്ങൾ സൗദി അറേബ്യയും പിടിച്ചിരിക്കുന്നു. മൂന്ന് സമ്പന്ന അറബ് രാജ്യങ്ങൾ ചേർന്നിട്ട് യമൻ എന്ന സാധു രാജ്യത്തെ കൈയടക്കിയിരിക്കുകയാണ്. അവിടെ ഇവര് തമ്മിൽ ഏറ്റുമുട്ടണം. ഒന്ന്. രണ്ട്, അറേബ്യ തന്നെ സ്പോൺസർ ചെയ്യുന്ന IS തീവ്രവാദത്തിനെ ഇവർക്ക് പല രാജ്യങ്ങളിലും പിന്തുണക്കേണ്ടതുണ്ട്. രണ്ട്, ഹൂത്തി തീവ്രവാദികളെ ഇറാൻ പിന്തുണക്കുമ്പോൾ ഹൂത്തികൾ ഭൂമിയിൽ എവിടെയൊക്കെ കലാപം ഉണ്ടാക്കുന്നുണ്ടോ അതിനെ ചെറുക്കാനും ഇവർക്ക് ആയുധം ആവശ്യമുണ്ട്. അതുകൊണ്ട് മുഹമ്മദ് ബിൻ സൽമാന്റെ അറേബ്യക്ക് ധാരാളം ആയുധങ്ങൾ ആവശ്യമുണ്ട്. അതുകൊണ്ട് പക്ഷെ ആ ആയുധങ്ങൾ എനിക്ക് തോന്നുന്നത് ട്രംപ് പോയത് വളരെ സമർത്ഥമായൊരു നീക്കമാണ്. അമേരിക്കക്ക് അറേബ്യൻ മണ്ണിൽ ഒരു വലിയ സ്വാധീനമുണ്ട്. അത് ട്രംപ് ഉണ്ടാക്കിയതല്ല, ട്രംപിന്റെ മുതുമുത്തച്ഛന്മാർ ഉണ്ടാക്കിയതാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ അറേബ്യൻ മണ്ണിന്റെ ചുവട്ടിൽ എണ്ണയും ധാതുക്കളും ഉണ്ട്, സമ്പന്നമായ നേച്ചുറൽ ഗ്യാസ് ഉണ്ട് എന്ന് പാമരന്മാരായ അറബികളെ ആദ്യം പഠിപ്പിച്ചത് അമേരിക്കയാണ്. ആ അമേരിക്കൻ കമ്പനിയാണ് അരാംകോ എന്ന് പറയുന്ന സൗദി അറേബ്യൻ കമ്പനിയാണ്, ഓയിൽ കമ്പനിയാണ് അമേരിക്കക്ക് ഈ ഓയിൽ പുറത്തെടുത്ത് അത് ഡോളറാക്കി മാറ്റി കാണിച്ചു കൊടുത്തത്. അതുകൊണ്ട് അമേരിക്കയോട് സൗദി അറേബ്യക്ക് ഒരു കൂറുണ്ട്. ആ കൂറിനെ മുതലെടുത്തുകൊണ്ട് ഇപ്പൊ മുഴുവൻ കരാറും ഇസ്രായേൽ വഴി ഈ ഇസ്രായേലിലേക്കും ഫ്രാൻസിലേക്കും റഷ്യയിലേക്കും ഒക്കെയുള്ള ആയുധ കരാറുകളിൽ നിന്ന് നല്ലൊരു പങ്ക് അമേരിക്കക്ക് കിട്ടിയാൽ കൊള്ളാം എന്ന് പറയാനായിരിക്കണം അദ്ദേഹം പോയത്. അതായിരിക്കാനാണ് സാധ്യത. ഒരു പക്ഷേ അമേരിക്കയിലെ ഈ അറേബ്യയിലെ എണ്ണ വ്യാപാരവുമായി നല്ല ബന്ധം അമേരിക്കക്ക് ഉള്ളതുകൊണ്ട് ആ കെയർ ഓഫിൽ കുറച്ച് ആയുധ കച്ചവടം കൂടി തരപ്പെടുത്താൻ അമേരിക്ക ഈ അവസരം ഉപയോഗിച്ചിട്ടുണ്ടാകും എന്ന് മാത്രമേ കരുതാൻ പറ്റുള്ളൂ. ട്രംപിന് നല്ല ബുദ്ധി ഉദിച്ചുവെന്നും ട്രംപ് സമാധാനത്തോടെ ലോകരാജ്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങി എന്നുമാണ് അറേബ്യൻ എപ്പിസോഡ് പറയുന്നതെങ്കിൽ ട്രംപിനും നല്ലത്, ലോകത്തിനും നല്ലത് എന്നേ നമ്മൾ പറയും. പക്ഷെ ഇസ്രായേൽ അവിടെ ഒറ്റപ്പെടുന്നുണ്ടോ എന്ന ചോദ്യങ്ങൾ ഇപ്പം പല സ്ഥലങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഇപ്പൊ റിപ്പബ്ലിക് പാർട്ടിയിൽ അടക്കമുള്ള പല അംഗങ്ങളും ട്രംപിനോട് തന്നെ ആവശ്യപ്പെടുകയുണ്ടായി, ഗൾഫ് രാജ്യങ്ങളുമായി കൂടുതൽ കച്ചവടത്തിൽ ഏർപ്പെടുകയാണ് ഈ ഇസ്രായേലിന് പിന്നാലെ പോകുന്നതിലും നല്ലത് എന്ന് അത്തരത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് മാഷെ. അപ്പം ഈ സിറിയയുമായിട്ടുള്ള വിഷയത്തിൽ നമ്മുടെ നെതന്യാഹു ഒത്തുതീർപ്പിലാവാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ? യഥാർത്ഥത്തിൽ നെതന്യാഹു വഴങ്ങുമോ അതിന്? നെതന്യാഹു സിറിയയുമായി ഒത്തുതീർപ്പ് ഉണ്ടാക്കുന്നതിന് ഇപ്പൊ തടസ്സം ഉണ്ടാവില്ല. കാരണം സിറിയ തന്നെ ഇപ്പൊ സത്യത്തിൽ സിറിയ ഒരു നിർണായകമായ ഘട്ടത്തിൽ ബഷർ അസാദ് ഷിയ ആയതുകൊണ്ട് ആ ഷിയ ആത്മീയ ബന്ധം ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ തീവ്രവാദികളായ ഹിസ്ബുൾ മുജാഹിദിന് അവിടെ അവസരം കൊടുത്തത്, ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് അവിടെ അവസരം കൊടുത്തത്. ഹിസ്ബുള്ള തീവ്രവാദികൾ ഇപ്പോ യമന് തന്നെ സിറിയക്ക് തന്നെ ഭീഷണിയാണ്. മാത്രമല്ല ബഷർ അസാദിനെതിരായി വലിയ നമ്മുടെ മുല്ലപ്പൂ യുദ്ധം ഉണ്ടായല്ലോ, എന്താണ് പറയാ, മുല്ലപ്പൂ വിപ്ലവം ഉണ്ടായ കാലത്ത് പോലും അതിനെ അതിജീവിച്ച് നിന്നത് ഇറാന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ്. ബഷർ അസാദ് ഷിയ ആണ് എന്ന ഒറ്റ കാരണം കൊണ്ട്. പക്ഷെ അതുകൊണ്ട് ആ പിൻബലത്തിൽ ഇനിയുള്ള കാലം മുന്നോട്ട് പോകാനാവാത്ത വിധത്തിൽ ബഷർ അസാദും ദുർബലനാണ്. അതുകൊണ്ട് ഹൂത്തി തീവ്രവാദികളെയും ഹിസ്ബുള്ളയെയും ഒക്കെ ഇനിയുള്ള കാലം നിലക്ക് നിർത്തേണ്ടത് സിറിയയുടെ കൂടി ആവശ്യമാണ് എന്ന ഒരു സിറിയൻ പൊളിറ്റിക്സ് ഉണ്ട്. അതുകൂടി മനസ്സിലാക്കിയിട്ടായിരിക്കണം ഈ സമയത്ത് ട്രംപ് ഇടപെടുന്നത്. പിന്നെ ഈ ഇസ്രായേലിന് എനിക്ക് തോന്നുന്നത് ഇസ്രായേലിന് രണ്ട് തരത്തിലും ഇപ്പോ ഇവരുടെ ഒന്നും ആവശ്യമില്ല, ഈവൻ അമേരിക്കയുടെ പോലും ആവശ്യമില്ല. അമേരിക്കയും UK ഒക്കെ എത്ര കാലമായി നെതന്യാഹുവിനോട് പറയുന്നു യുദ്ധം നിർത്തൂ എന്ന്. ഒരു ഉപദേശിയുടെയും ഉപദേശത്തിന് ഇസ്രായേൽ വഴങ്ങിയിട്ടില്ല. രണ്ട് കാരണം കൊണ്ടാണ്. ഒന്ന്, ഇസ്രായേലിന് ഇനഫ് ഇസ് ഇനഫ്. കാരണം എന്താന്ന് വെച്ചാൽ അവർ കഴിഞ്ഞ 10-75 കൊല്ലമായി ഈ തീവ്രവാദ പ്രവർത്തനം സഹിച്ചു വരികയാണ്. ഇനി സഹിക്കുകയില്ല എന്നവർ തീരുമാനിച്ചു. രണ്ട്, അവർക്ക് സ്വന്തം നിലയിൽ തന്നെ ഈ സായുധമായി തന്നെ തീവ്രവാദികളെ അടിച്ചമർത്താനും ഫലസ്തീനിലേക്ക് നുഴഞ്ഞു കയറിയിട്ട് ഗസ ഉൾപ്പെടെയുള്ള തീവ്രവാദ കേന്ദ്രങ്ങൾ മുഴുവനും കൈയടക്കാനും അവർക്ക് സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ജൂതന്മാരായ ഇസ്രായേൽ പൗരന്മാരെ കൊണ്ടുപോയി ബലമായി ഫലസ്തീന്റെ പ്രദേശങ്ങളിൽ, നഗരങ്ങളിൽ കൊണ്ടുപോയി കുടിയിരുത്താൻ അവർക്ക് കഴിയുന്നുണ്ട്. മറ്റൊന്ന്, മറ്റാരുടെയും പിന്തുണയില്ലാതെ, ഇപ്പൊ ഇപ്പുറത്ത് തൊട്ടടുത്തുള്ള ജോർഡാന്റെയോ സിറിയയുടെയോ ഈജിപ്തിന്റെയോ പിന്തുണയില്ലാതെ
സമ്പന്നമായ അറബ് രാജ്യങ്ങളുമായി വ്യാപാര ബന്ധങ്ങളിൽ, കരാറുകളിൽ, വലിയ വലിയ ആത്മബന്ധങ്ങളിൽ ഏർപ്പെടാൻ ഇസ്രായേൽ വളർന്നു കഴിഞ്ഞിട്ടുമുണ്ട്. ഇസ്രായേലിന് ഇപ്പൊ അമേരിക്ക പുല്ലാണ് എന്ന് വേണം പറയാൻ. അതുകൊണ്ട് ഈ സമയത്ത് ഇസ്രായേലിന്റെ കൂടി സേവ പിടിച്ചിട്ട് അറബ് രാജ്യത്ത് നിന്ന് കുറച്ച് കച്ചവടത്തിന്റെ ഷെയർ പറ്റിയാൽ നന്ന്. അതിനുവേണ്ടി സിറിയയെ ഉപയോഗിച്ചിട്ട് ഫലസ്തീൻ സമാധാനം എന്നൊരു ഒരു ഒരു തുറുപ്പ് ചീട്ട് ഈ ട്രംപ് ഉപയോഗിച്ചതാവാനേ വഴിയുള്ളൂ എന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത്. കാരണം ട്രംപ് പ്രതിസന്ധിയിലാണ് ഇപ്പോ. ട്രംപിന്റെ ഗീർവാണങ്ങൾ പരാജയപ്പെട്ടു. ഇറാനോടടക്കം ട്രംപ് ഈ യുദ്ധം നിർത്തണം, അത് നമുക്കറിയാലോ, സെലൻസ്കിയോടും ആവശ്യപ്പെട്ടു, ഉക്രൈനോട്. അപ്പൊ ഇദ്ദേഹം എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് ഈ എന്താണ് സമാധാനത്തിന്റെ വാഹകനാവാനാണ് ശ്രമിക്കുന്നത്. ഒരു നോബൽ പ്രൈസ് ആയിരിക്കുമോ ട്രംപിന്റെ ഒരു ഉദ്ദേശം? തീർച്ചയായിട്ടും നമ്മളെ നോബൽ കമ്മിറ്റിയുടെ ഒരു ചരിത്രം വെച്ച് നോക്കുമ്പോൾ മുഹമ്മദ് യൂനുസിന് നോബൽ സമ്മാനം കൊടുത്ത ഗ്രൂപ്പാണ്. അതുകൊണ്ട് ഇപ്പോ ഇനിയുള്ള കാലത്ത് ഒരു പക്ഷേ നോബൽ സമ്മാനത്തിന്, അതും സമാധാനത്തിലുള്ള നോബൽ സമ്മാനം എന്ന ഐറണി ഒരു പക്ഷേ നമ്മളെ ട്രംപിന് കിട്ടിയേക്കും. അത് നല്ല മനോഹരമായ ഒരു പൊളിറ്റിക്കൽ സറ്റയർ ആണ് കേട്ടോ ഗൗതം പറഞ്ഞത്. അത് സംഭവിച്ചുകൂടായി ഒന്നുമില്ല. ഞാൻ തീർച്ചയായിട്ടും അതിനെ അഭിനന്ദിക്കുന്നു ഗൗതമിനെ. സാധ്യതയുണ്ട്. പക്ഷെ നമ്മളപ്പോൾ ഇത് പറയുമ്പോഴും ഈ ഇസ്രായേൽ ഒറ്റപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം ട്രംപ്, നമുക്കറിയാലോ, ഈ ഗസ പ്രദേശങ്ങൾ ഒരു മനോഹരമായിട്ടുള്ള ഭൂപ്രദേശമാക്കി മാറ്റും, ലോകത്തുള്ള ആർക്കും അവിടെ വന്ന് പാർക്കാൻ പറ്റുന്ന ഒരു ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റും എന്നൊക്കെയായിരുന്നു ട്രംപ് അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആവിയായി പോവുകയാണോ? പലസ്തീനികളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റും, അവർക്ക് വീട് വെച്ച് നൽകും. ഇപ്പൊ ഇതിനെ പറ്റിയിട്ടൊന്നും യാതൊരു സംസാരവും ഇല്ല. ഈ ഇസ്രായേൽ എന്ന് പറയുന്ന കാര്യം പോലും ട്രംപിന്റെ വായിൽ വരുന്നില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഈ നെതന്യാഹു ആയിട്ട് എന്തെങ്കിലും അകൽച്ച, ഇസ്രായേലുമായിട്ട് അകൽച്ച സംഭവിക്കുന്നുണ്ടോ ട്രംപിന്? നേരത്തെ അത് നിലനിൽക്കുന്നുണ്ട്. ഈ ട്രംപിനെ കുറിച്ച് എനിക്ക് സമീപകാലത്ത് തോന്നിയത്, കടുത്ത അംനേഷ്യ ബാധിച്ച ഒരു ലോക നേതാവാണ് ട്രംപ്. ഇന്നലെ പറഞ്ഞത് 24 മണിക്കൂറിനകം വിഴുങ്ങിക്കളയുന്ന, ഇന്നലെ പറഞ്ഞത് ഈ ഒരു 2 ദിവസം കഴിയുമ്പോൾ മറന്നുപോകുന്ന ഒരു ലോക നേതാവായി ട്രംപ് മാറിയിട്ടുണ്ട്. ട്രംപ് കഴിഞ്ഞ ജനുവരി 20-ന് അധികാരമേറ്റതിന് ശേഷം ലോക ഭൂപടത്തിലെ ഏതൊക്കെ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു, ഇപ്പൊ അദ്ദേഹത്തിന് ഓർമ്മയുണ്ടോ? അതൊക്കെ അദ്ദേഹം മറന്നുപോയി എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് ട്രംപിന്റെ ഈ മറവി രോഗത്തിന് നമ്മൾ തൽക്കാലം അതിനാവശ്യമായ ചികിത്സ അമേരിക്കക്കാർ തന്നെ കൊടുത്തോളും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം അത് പറയുക? ആരോടും ചോദിക്കാതെ ഗസ ഞാൻ പിടിച്ചെടുത്തിട്ട് ഇന്റർനാഷണൽ സിറ്റി ആക്കി മാറ്റും, ട്രേഡ് സിറ്റി എന്നോ ടൂറിസ്റ്റ് സിറ്റി എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അതല്ലല്ലോ ഇസ്രായേലിന്റെ അജണ്ട. ഇസ്രായേലിന്റെ അജണ്ട വളരെ പ്രകടമാണ്. ഈ സീ ടു റിവർ ടു സീ എന്ന അതിർത്തി ഞങ്ങൾ മായ്ച്ചു കളയുന്നു. റിവർ എന്ന് പറഞ്ഞാൽ ജോർഡാൻ റിവർ ഇനി ഞങ്ങൾ അതിർത്തിയായിട്ട് അംഗീകരിക്കുകയില്ല. സീ ടു സീ ആണ് എന്ന് പറഞ്ഞാൽ ജോർഡാൻ റിവറിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഫലസ്തീൻ ഭൂപ്രദേശം ഉൾപ്പെടെ ഞങ്ങൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നു എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചതാണ്. അപ്പൊ ആർക്കെതിരായിട്ടാണ്? ആ ഇസ്രായേല് അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കുകയും ഫലസ്തീൻ ഭൂപ്രദേശങ്ങളിൽ വ്യാപകമായി, പ്രത്യേകിച്ച് ഫത്തഹിന്റെ ഭൂപ്രദേശങ്ങളിലേക്ക് ഇപ്പൊ അവർ കയറിയിട്ടില്ല. കാരണം ഫത്തഹ് സമാധാനപൂർവ്വം നിൽക്കുന്നു, അവർ ഇസ്രായേലിനെതിരായിട്ട് പൊരുതുന്നില്ല. അതേസമയത്ത് ഗസയിൽ പൂർണ്ണമായും ഇസ്രായേലിനെതിരായിട്ടാണ് ഹമാസ് പൊരുതിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേലിനെതിരായി പൊരുതിക്കൊണ്ടിരിക്കുന്ന ഗസ പ്രദേശങ്ങളിൽ മുഴുവൻ ഇസ്രായേൽ പൗരന്മാരെ കൊണ്ടുപോയി കുടിയിരുത്തിയിട്ട് അത് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. നമ്മൾ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല, അതാണ് വാസ്തവം. അതുകൊണ്ട് ഇസ്രായേൽ എന്ന രാജ്യം പോയിട്ട് ഫലസ്തീൻ എന്ന രാജ്യത്തെ മുഴുവൻ കീഴടക്കി കഴിഞ്ഞപ്പോ ആണ് ഈ ട്രംപ് പറയുന്നത്, അതിനകത്ത് നിന്ന് ഗസ സിറ്റി ഞാൻ പിടിച്ചെടുത്തിട്ട് ആഗോള സിറ്റിയാക്കും. ആർക്കെതിരായിട്ടാണത്? ആ പ്രസ്താവന ഇസ്രായേലിനെതിരാണ്, ഫലസ്തീനെതിരല്ല. അപ്പൊ ഇസ്രായേലിന്റെ താല്പര്യത്തിനെതിരായിട്ടാണ് അമേരിക്ക ശബ്ദിക്കുന്നത് എന്ന് കണ്ടറിഞ്ഞുകൊണ്ടാണ് അത് ശബ്ദിക്കാതെ, ചെവി കൊടുക്കാതെ ഇസ്രായേൽ ചെറുത്തത്. അതുകൊണ്ട് ഇപ്പൊ അമേരിക്കയെ ചെറുക്കുന്നത് ഇസ്രായേൽ കൂടിയാണ്. ഇദ്ദേഹത്തിന്റെ ഈ മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിന് അദ്ദേഹത്തിന്റെ ചില വാക്കുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ തീവ്രവാദ ശക്തികളെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം തന്നെയാണ് ട്രംപ് നടത്തുന്നതെന്നാണ് നമുക്ക് ചിലപ്പം തോന്നുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം മിഡിൽ ഈസ്റ്റിൽ പോയിക്കൊണ്ട് ഇദ്ദേഹം പറയുന്നത്, നിങ്ങൾ കണ്ടുപഠിക്കൂ ഈ ഒരു മനോഹരമായിട്ടുള്ള രാജ്യം എങ്ങനെയാണ് നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. ഇത് നേഷൻ ബിൽഡേഴ്സ് അല്ല ഇതിന്റെ പിന്നിൽ, ലിബറൽസ് ആയിട്ടുള്ള നോൺ പ്രോഫിറ്റേഴ്സ് അല്ല ഇതിന് പിന്നിൽ. ബാഗ്ദാദിലൊക്കെ നിരവധിയായിട്ടുള്ള പൈസ ഉണ്ടായിട്ടും ആ നഗരം മുഴുവൻ ഇല്ലാതാവുകയാണ് ചെയ്തത്. അവരൊക്കെ മിഡിൽ ഈസ്റ്റ് കണ്ടു പഠിക്കണമെന്ന് ട്രംപ് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും. അതെന്തുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റ് കണ്ടു പഠിക്കണം എന്ന് അദ്ദേഹം പറയുന്നതിന്റെ ഒരു പിന്നില് ആരാണ് സത്യത്തിൽ മിഡിൽ ഈസ്റ്റിന്റെ ഈ ബഗ്ദാദ് ഉൾപ്പെടെയുള്ള നഗരങ്ങളെ തകർത്തത് ആരാണ്? അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ തകർത്തത് ആരാണ്?
യമൻ എന്നൊരു രാജ്യത്തെ തകർക്കുന്നതിൽ തീവ്രവാദികൾ വഹിച്ച പങ്കെത്രയാണ്? ബോംബെ നഗരത്തെ തകർത്തത് ആരാണ്? വേണ്ട. അമേരിക്കൻ തലസ്ഥാനത്തെ പോലും തകർക്കുന്ന അൽഖായിദയ്ക്ക് ജന്മം നൽകിയത് ആരാണ്? അതേ അമേരിക്കയാണല്ലോ. അമേരിക്കയുടെ പിന്തുണ, അമേരിക്കയുടെ സഹായം, അമേരിക്കയുടെ പരിശീലനം കൊടുത്തിട്ടാണല്ലോ ബിൻ ലാദൻ വളർന്നു വന്നത്. ബിൻ ലാദൻ കാബൂളിലേക്ക് വിമാനം കയറുന്നതിന്റെ തൊട്ടു മുമ്പുള്ള അവസാനത്തെ അത്താഴം അറേബ്യയിൽ ഉണ്ടത് സാക്ഷാൽ വൈറ്റ് ഹൗസിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് അമേരിക്ക ഇപ്പൊ സമാധാനത്തിന്റെ വക്താക്കളായി ലോകം മുഴുവൻ നടന്നിട്ട് ഇതാ ഈ സുന്ദരഭൂമി കണ്ടു പഠിക്കൂ എന്ന് അമേരിക്ക പറയുന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ ഇന്നലകളിൽ ചെയ്ത മഹാപാപത്തിന് മാപ്പ് പറയുന്നു എന്ന് വേണം അതിനെ വായിക്കാൻ. ഇതിനൊക്കെ ഉത്തരവാദി അമേരിക്കയാണ്. ലോകത്തിലെ തീവ്രവാദത്തിന്റെ ഉറവിടം അമേരിക്കയാണ്. കാരണം ആശയപരമായി ഐഡിയോളജിക്കലി ഒരു സ്പേസ്, ഇസ്ലാമിക തീവ്രവാദത്തിന്റെ സ്പേസ് ഇസ്ലാമിക വിശ്വാസികളിലുണ്ട്. അത് തീവ്രവാദപരമായി ഉപയോഗിക്കുന്ന ഒരു വിഭാഗം ലോകത്തിലെ എല്ലാ രാജ്യത്തും എല്ലാ കാലത്തും ഉണ്ട്. അവരെയാണ് നമ്മൾ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ എന്ന് വിളിക്കുക. ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ ഭീകരവാദ പ്രസ്ഥാനങ്ങളാക്കി മാറ്റിയതിൽ സാമ്രാജ്യത്വത്തിന് എല്ലാ കാലത്തും പങ്കുണ്ട്. ഒരു കാലത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അതിൽ പങ്കുവഹിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അത് ലോകത്തെ ഏറ്റവും നന്നായി പയറ്റുന്നത് അമേരിക്ക തന്നെയാണ്. മാത്രമല്ല, ഇസ്ലാമോഫോബിയ എന്നൊരു വികാരം ലോകത്ത് പടർത്തിവിട്ടതും അമേരിക്കൻ സാമ്രാജ്യത്വം തന്നെയാണ്. പക്ഷെ അതിന് കൗണ്ടർ പാർട്ട് ഉണ്ടായി. തീർച്ചയായിട്ടും കൗണ്ടർ പാർട്ട് ഉണ്ടായപ്പോൾ ലോകത്ത് സമാധാനക്കേടുണ്ടായി. അതിൽ വലിയ പങ്ക്, മേജർ പങ്ക് ഇസ്ലാമിക തീവ്രവാദികൾ വഹിക്കുന്നുണ്ട് എന്നൊക്കെ ശരിയാണ്. പക്ഷേ അതിന്റെ പിതൃസ്ഥാനത്ത് അപ്പോഴും അമേരിക്കക്ക് ഒഴിയാനാവില്ല. തീർച്ചയായിട്ടും മാഷേ, ഒരുപാട് നന്ദി. ഓക്കെ.